വിജിലൻസ് ആസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ആരംഭിച്ചു. പ്രൊജക്ട് സീറോ പദ്ധതിയുടെ കരട് യോഗത്തിൽ ചർച്ച ചെയ്യും. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമും യോഗത്തിൽ പങ്കെടുക്കുന്നു. ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായി ചേരുകയാണ്. ചന്തു, ഇപ്പോൾ യോഗം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സ്വാതി, അല്പസമയം മുൻപാണ് തിരുവനന്തപുരത്തെ വിജിലൻസ് ആസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർത്ത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആരംഭിച്ചത്. നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം DGP ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് നേരത്തെ പോലീസ് ആസ്ഥാനത്ത് രമേശ് ചെന്നിത്തല വിളിച്ചു ചേർത്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നത്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം, രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഉപദേഷ്ടാവ് ഹേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ യൂണിറ്റ് ഉദ്യോഗസ്ഥർ മുതലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും പുതിയ സർക്കാരിൻ്റെ നയം എങ്ങനെയാണ്, അഴിമതിയോടുള്ള സമീപനം, അഴിമതിയില്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാർ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനമായും രമേശ് ചെന്നിത്തല ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. UDF സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതുവായ നയം അത് സംബന്ധിച്ചും ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അഴിമതി ഇല്ലാതാക്കുന്നതിനു വേണ്ടി പ്രൊജക്ട് സീറോ പദ്ധതി നേരത്തെയുണ്ട്. അപ്പോൾ ആ പദ്ധതിയുടെ മുന്നോട്ടുള്ള പദ്ധതി എങ്ങനെ നടപ്പാക്കാമെന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു കരട് ഈ യോഗത്തിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ പദ്ധതി സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും ഈ യോഗത്തിൻ്റെ അജണ്ട. അതിനുശേഷം രമേശ് ചെന്നിത്തല തന്നെ 12:30 മാധ്യമങ്ങളെ കാണും. ഇന്നത്തെ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ, പ്രധാനമായും വിജിലൻസ് ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കും. സ്വാതി.